നല്ല ചിത്രങ്ങൾ വരച്ച് നല്ലൊരു ആർട്ടിസ്റ്റായി മാറി നിങ്ങളുടെ ആർട്ട് കരിയറുമായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് എപ്പോഴെങ്കിലും സ്വപ്നം കണ്ടിട്ടുണ്ടോ? ആർട്ട് വരച്ച് ഉപജീവന മാർഗം തേടുക എന്നൊക്കെ പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണെന്ന് കുറച്ച് പേരെങ്കിലും ആലോചിക്കുന്നുണ്ടായിരിക്കും അല്ലേ? അതത്ര ഈസി ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ അത് പോസിബിൾ ആണ്. നമുക്ക് നല്ലൊരു ആർട്ടിസ്റ്റ് ആയിട്ട് ഇൻകം ജനറേറ്റ് ചെയ്യാനും ഹാപ്പി ആയിട്ട് നല്ല ചിത്രങ്ങൾ വരച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും തീർച്ചയായിട്ടും സാധിക്കും. പക്ഷെ അവിടെ ചെറിയൊരു മൈൻഡ് സെറ്റിന്റെ ഒരു ഡിഫറൻസ് നിങ്ങൾ വരുത്താനുണ്ട്. നിങ്ങൾ ആർട്ട് നിങ്ങളുടെ കരിയറാക്കി മാറ്റുകയാണെങ്കിൽ ആർട്ട് നിങ്ങളുടെ പാഷനാക്കി മാത്രം എടുത്താൽ പോരാ, അത് നിങ്ങളുടെ പ്രൊഫഷനാക്കി എടുക്കണം. അത് പ്രൊഫഷനാക്കി എടുക്കുന്ന സമയത്ത് ആർട്ടിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ പ്രൊഫഷണൽ ആയിട്ട് ചെയ്യും വേണം. ഇവിടെ രണ്ട് മൈൻഡ് സെറ്റാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഹോബി മൈൻഡ് സെറ്റ് ആൻഡ് പ്രൊഫഷണൽ മൈൻഡ് സെറ്റ്. ഈ ഹോബി മൈൻഡ് സെറ്റിൽ ആർട്ട് കരിയർ ബിൽഡ് ചെയ്യുന്നവർക്കാണ് മുന്നോട്ട് പോകുമ്പോൾ ആർട്ട് ഒരു ബിസിനസ് മോഡലാക്കി മാറ്റുന്ന സമയത്ത് പല പല കൺഫ്യൂഷനും സെൽഫ് ഡൗട്ടും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുക. നേരെ മറിച്ച് ഡേ 1 മുതൽ ഞാനിത് പ്രൊഫഷനാക്കി ഏറ്റെടുക്കുകയാണ്, ഇതിൽ എന്ത് പ്രതിസന്ധികൾ വന്നാലും ഞാൻ മുന്നോട്ട് പോകുമെന്ന് തീരുമാനിച്ച് ഇതിലോട്ട് ഇറങ്ങുന്നവൻ തീർച്ചയായിട്ടും സക്സസ്ഫുൾ ആയിരിക്കും. ഇറങ്ങുന്നവൻ എന്ന് പറഞ്ഞത് പെട്ടെന്ന് എൻ്റെ കാര്യം ഞാൻ ഓർമ്മിച്ച് വന്നപ്പോൾ ഞാൻ പറഞ്ഞു കേട്ടോ, എനിക്ക് വലിയൊരു ഡ്രീമായിരുന്നു ആർട്ട് ഒരു പ്രൊഫഷനാക്കി മാറ്റണം, നല്ലൊരു ആർട്ടിസ്റ്റായിട്ട് മുന്നോട്ട് ജീവിക്കണം എന്നുള്ളത്. ഞാനിപ്പോൾ ആ റിയാലിറ്റിയിലാണ് ജീവിക്കുന്നത്. എനിക്കത് പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും നല്ല ചിത്രങ്ങൾ വരച്ച് നല്ല ആർട്ടിസ്റ്റായി മാറി നല്ലൊരു ആർട്ട് കരിയറുമായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും.